ഓരോ രാജ്യങ്ങളും ഇൻഡിവിജ്വലി എടുത്ത് ഈ രാജ്യങ്ങളുടെ മെറിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡീമെറിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായിട്ട് പറയാം. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് മലയാളികൾ MBBS പഠിക്കാൻ പോകുന്ന രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ആ രാജ്യങ്ങളിൽ തന്നെ പല പല യൂണിവേഴ്സിറ്റികളുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിന്റെ വീഡിയോസ് ഇറക്കുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റിന്റെ വീഡിയോസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മള് മലയാളികൾ പ്രധാനമായിട്ട് അബ്രോഡ് പോകുന്ന രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എടുക്കാം. കാരണം ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന ലോ കോസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ മലയാളികൾക്കിടയിൽ ഇത്രയും ഫിമിലർ ആയത് എന്ന് നോക്കുന്ന സമയത്ത് കുറച്ച് കാരണങ്ങളുണ്ട്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാരണങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാരണങ്ങളും നമുക്കൊന്ന് നോക്കാം. ഉസ്ബെക്കിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ലോ കോസ്റ്റ് ഫീസുള്ള യൂണിവേഴ്സിറ്റികളാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഏകദേശം 3500 USD ആണ് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളുടെ, അതായത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീ. അതായത് ഇത്രയും കുറഞ്ഞ ട്യൂഷൻ ഫീയിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നത്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, അവിടെയുള്ള വളരെ ബെറ്റർ ആയിട്ടുള്ള പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഇതേ ഫീസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി ഓഫ് താഷ്കന്ത് കൃത്യമായിട്ട് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളെല്ലാം NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് കുട്ടികൾക്ക് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികൾ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ കൂടുതലും ഉസ്ബെക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. മൂന്നാമത്തെ കാരണം, ഉസ്ബെക്കിലെ പല യൂണിവേഴ്സിറ്റികളിലും ഒരുപാട് ഇന്ത്യൻ ടീച്ചേഴ്സ്, എസ്പെഷ്യലി മലയാളി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പോകുന്ന സമയത്ത് അവർക്ക് ഇനീഷ്യലി സാധാരണ അബ്രോഡ് പോകുമ്പോൾ ഒരു സെൽഫ് സ്റ്റഡിയിലേക്കുള്ള സ്വിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം നാട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ടീച്ചേഴ്സ് പഠിപ്പിച്ചെന്ന് മാത്രം നോട്ട് ചെയ്തെടുത്ത് പഠിച്ച് ശീലമുള്ള കുട്ടികൾ അബ്രോഡ് പോകുന്ന സമയത്ത് അവർ കുറച്ച് പഠിപ്പിക്കുകയും ബാക്കി നമ്മൾ സെൽഫ് സ്റ്റഡിയിലേക്ക് റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇത് ഉസ്ബെക്കിലെ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉള്ള സ്ഥലത്ത് കുട്ടികൾക്ക് വരാറില്ല എന്നുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. ഇനി നാലാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളുടെ FMGE പാസ് പെർസെന്റേജ് ആണ്. അതായത് ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളിലെല്ലാം കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല FMGE പാസ് പെർസെന്റേജ് ഉണ്ട്. ഈ വർഷത്തെ ഉസ്ബെക്കിസ്ഥാന്റെ FMGE പാസ് പെർസെന്റേജ് നോക്കുന്ന സമയത്ത് 40% ഉണ്ട്. അപ്പൊ ഇതും കുട്ടികളെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫാക്ടറാണ്. അഞ്ചാമത്തെ കാര്യമാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ അതുപോലെ മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം എന്നുള്ളത്. താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഏകദേശം 2500 മുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ സ്റ്റേറ്റിലും ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ്, ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റി ഉസ്ബെക്കിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം മലയാളികൾ അവിടെ എത്തുന്ന സമയത്ത് അവർക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഒന്നിച്ച് കളിക്കാൻ പോകാനും ഒന്നിച്ച് പുറത്ത് പോകാനും ഔട്ടിങ്ങിന് പോകാനൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ അവിടെ ഉണ്ട് എന്നുള്ളതും സ്റ്റുഡൻസിന് നല്ലൊരു ലൈഫ് ഉണ്ട് എന്നുള്ളതും ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മെറിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസ്ബെക്കിസ്ഥാൻ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഡൽഹിയിൽ നിന്ന് വെറും 3 മണിക്കൂർ ഫ്ലൈറ്റ് കൊണ്ട് നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എളുപ്പത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്, തൊട്ടടുത്ത കൺട്രി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലും കുട്ടികൾ അങ്ങോട്ടേക്ക് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഴാമത്തെ കാര്യം, മറ്റ് അബ്രോഡ് കൺട്രികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉസ്ബെക്കിലുള്ള യൂണിവേഴ്സിറ്റികളിലെ ക്ലിനിക്കൽസ് വളരെ ബെറ്റർ ആയിരുന്നു. കാരണം ഓരോ സ്റ്റേറ്റിൽ ഓരോ യൂണിവേഴ്സിറ്റി, അതായത് താഷ്കന്ത്, സമർഖന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ബുഹാറയിൽ ബുഹാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ആൻഡിജൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഫർഗാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റിലുള്ള ഹോസ്പിറ്റലെല്ലാം ഈ യൂണിവേഴ്സിറ്റികളായിട്ട് അറ്റാച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിനിക്കൽസ് ഉസ്ബെക്കിസ്ഥാനിലെ കുട്ടികൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഉസ്ബെക്കിസ്ഥാന്റെ ഒരു മെറിറ്റ് ആണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ഇപ്പൊ അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവരുടെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓൺ ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അവിടെയുള്ള ഗവൺമെന്റ് അണ്ടറുള്ള പല ഹോസ്പിറ്റലുകളിലും ഈ കുട്ടികൾക്ക് ക്ലിനിക്കൽസ് കിട്ടും. ഇപ്പൊ കിംബോ പോലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയർ മുതൽ ക്ലിനിക്കൽസ് കിട്ടുന്നത്. ഇപ്പൊ 3rd ഇയർ ഓൺവേർഡ്സ് ആണെങ്കിലും താഷ്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് ഏതൊക്കെ ഹോസ്പിറ്റലാണോ കിട്ടുന്നത് ആ ഹോസ്പിറ്റലിൽ എല്ലാം കിമ്മിയുള്ള കുട്ടികൾക്കും കിട്ടാറുണ്ട്. അപ്പൊ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എട്ടാമത്തെ കാര്യം, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതായത് സ്ഥാൻ എന്ന പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് പൊതുവെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. എന്നാൽ ആ ഇമേജുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. വളരെ ഇൻഫ്രാസ്ട്രക്ചറിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള, അത്യാവശ്യം നമുക്കൊരു ഫോറിൻ കൺട്രിയിലേക്ക് എത്തിയ ഫീൽ ഉണ്ടാക്കുന്ന ഒരു നല്ല രാജ്യമാണ്. അത് മാത്രമല്ല അവിടെയുള്ള ആളുകൾ വളരെ വെൽക്കമിങ് ആയിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുന്ന, ഇന്ത്യൻസിനെ വളരെ ഇഷ്ടപ്പെടുന്ന, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യമാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉസ്ബെക്കിന് കുറച്ച് ഡീമെറിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ പ്രധാനമായിട്ടും MBBS പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻസും കൊറിയൻസും ആണ്.
അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ ജോർജിയയിൽ അല്ലെങ്കിൽ ബൾഗേറിയയിലൊക്കെ പഠിക്കുന്നത് പോലുള്ള ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കുട്ടികൾക്ക് പൊതുവെ കുറവാണ്. നമ്മൾ പൊതുവെ നമ്മുടെ ക്ലാസ്സുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ മലയാളികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉസ്ബെക്കിൽ പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളും തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം എന്നുള്ള പ്രിപ്പറേഷനിൽ നിൽക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ FMGക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാലും മറ്റുള്ള രാജ്യങ്ങളിൽ USMLE, പ്ലാബ്, അതേപോലെ AMC പോലുള്ള എക്സാമുകൾ എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉസ്ബെക്കിൽ അതിന്റെ എണ്ണം വളരെ കുറവാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്നിരുന്നാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ USMLEയുടെ സ്പെഷ്യൽ കോച്ചിങ്ങുകൾ അവർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ പലരും USMLE പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഉസ്ബെക്കിലെ മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിമെറിറ്റ് ആണ് ഉസ്ബെക്കിലെ ഹോസ്റ്റലുകൾ. അതായത് ഇപ്പൊ താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉസ്ബെക്കിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അവർക്ക് 2-3 വർഷം കുട്ടികൾക്ക് നിൽക്കാനുള്ള ഗവൺമെന്റ് ഹോസ്റ്റൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ അപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് ലിവിംഗ് എക്സ്പെൻസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സമർഗന്ദിലേക്ക് നോക്കുകയാണെങ്കിൽ സമർഗന്ദിൽ ഈ വർഷം തുടക്കത്തിലേക്ക് ഹോസ്റ്റൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക്. അങ്ങനെ അവർ സമർഗന്ദ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവർക്ക് വേണ്ട ഹോസ്റ്റലുകൾ ഉണ്ടാക്കി. എന്നാലും അവിടെ സെൽഫ് കുക്കിംഗ് ഇല്ല, മെസ്സ് മാത്രമേ ഉള്ളൂ. ഈ മെസ്സ് എന്ന് പറയുന്നത് വളരെ മോശമാണ് സമർഗന്ദിൽ. അതായത് എല്ലാ സമയത്തും സമർഗന്ദ് യൂണിവേഴ്സിറ്റിയിലെ മെസ്സിനെ കുറിച്ച് കുട്ടികൾക്ക് കംപ്ലൈന്റ് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ മെസ്സ് കമ്പൽസറി ആണ്. സമർഗന്ദിൽ ഇതൊരു പ്രശ്നമാണ്. അതായത് കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ ആൻറ്റിജനും ഫർഗാനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. അവിടെയൊക്കെ കുട്ടികളുടെ എണ്ണം കുറവായുണ്ട്, പോകുന്ന കുട്ടികളുടെ എണ്ണം കുറവായുണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ മെസ്സിന്റെ ഏത് സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ബുഹാറയിലും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നിൽക്കാനുള്ള ഫെസിലിറ്റീസ് മാത്രമേ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്റ്റലിലുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്റ്റലിലോ അപ്പാർട്ട്മെന്റിലോ കുട്ടികൾ നിൽക്കേണ്ടി വരും. പ്രൈവറ്റ് ഹോസ്റ്റലിലാണെങ്കിൽ ഭൂരിഭാഗം ഹോസ്റ്റലിലും മെസ്സ് കമ്പൽസറി ആണ്. മെസ്സിന്റെ അവസ്ഥകൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മറ്റു രാജ്യങ്ങളിലെ പോലെ അത്ര ഇംപ്രൂവ്ഡ് അല്ല. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ തേർഡ് ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.